ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി പാതാമ്പുഴ പബ്ലിക് ലൈബ്രറി റോഡ് ആൻഡ് റിവർ യൂത്ത്സ് സംഘടിപ്പിച്ച ഇലഞ്ഞിത്തറ വർത്തമാനം പുതുമയായി. ഈരാറ്റുപേട്ട ജനമൈത്രി പോലീസിന്റെയും പാതാമ്പുഴ പബ്ലിക് ലൈബ്രറിയുടെയും സഹകരണത്തോടെ യൂത്ത് ക്ലബ്ബ് നടത്തിയ സൈക്കിൾ റാലിയിൽ യുവജനങ്ങൾ പുകയില വിരുദ്ധ പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചു. ജനമൈത്രി CRO പോലീസ് സബ് ഇൻസ്പെക്ടർ ബിനോയ് തോമസ് ഇലഞ്ഞിത്തറ വർത്തമാനത്തിന് നേതൃത്വം നൽകി മുഖ്യപ്രഭാഷണം നടത്തുകയും പുകയില വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ക്രിസ്റ്റോ ഐക്കര അധ്യക്ഷത വഹിച്ചു. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പാതാമ്പുഴ വാർഡ് മെമ്പർ മിനിമോൾ ബിജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി പോലീസ് CRO ബിനോയ് തോമസിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഈരാറ്റുപേട്ട പോലീസ് ജനമൈത്രി ജനസമിതി അംഗം AB പൂണ്ടിക്കുളം, ലൈബ്രേറിയൻ ജോസ് കാഞ്ഞിരത്തുങ്കൽ, റോഡ് ആൻഡ് റിവർ ക്ലബ്ബ് സെക്രട്ടറി ജോന സിജു, പ്രോഗ്രാം കോർഡിനേറ്റർ സായി വിശാഖ്, അലൻ ജോൺസൺ തുരുത്തി, അഭിനവേസ് ചന്ദ്രവിലാസം, ഫ്രെഡറിക് മാത്യൂസ് പുന്നയ്ക്കൽ, അഭിനന്ദേസ് ചന്ദ്രവിലാസം, ആദിനാഥ് MD മേലീറ്റ് എന്നിവർ പ്രസംഗിച്ചു. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. നിങ്ങൾക്കറിയാം, പനക്കപ്പാലത്തിനപ്പുറം ചുങ്കപ്പുര ഭാഗം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. സാധാരണ പോലീസുകാര് അവിടെയാണ് വാഹന പരിശോധനയ്ക്ക് നിൽക്കുന്നത്. ഞാനവിടെ വാഹന പരിശോധനയ്ക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ വാഹന പരിശോധനയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പാഴ്സൽ സർവീസ് നടത്തുന്ന ഒരു പിക്കപ്പ് വാൻ കൊണ്ടും ഞാൻ കൈ കാണിച്ച് അവിടെ നിർത്തി. അദ്ദേഹം ഇറങ്ങി വന്ന് മാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനു മുമ്പ് 2-3 വണ്ടികൾ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ ആ വണ്ടികളൊക്കെ ഇങ്ങനെ പരിശോധിച്ച് പേപ്പർ ഭാഗം ചെക്ക് ചെയ്ത് ഇങ്ങനെ വിടുമ്പോൾ ഈ മാസ്ക് വെച്ച ആള്, ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം കോവിഡ് വലിയ മഹാമാരിയൊന്നുമില്ല. മാസ്ക് വെക്കണം ഒന്നെങ്കിൽ അദ്ദേഹത്തിന് വലിയ അസുഖമായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള മാറാരോഗങ്ങളായിരിക്കണം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് മാസ്ക് വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും അസുഖമാണെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചു. ചെറുപ്പക്കാരനായ ഒരു 28 വയസ്സ് പ്രായമുള്ള സുന്ദരനായ പയ്യനാണ് മാസ്ക് വെച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആ മാസ്ക് മാറ്റിയപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയ കാഴ്ച കണ്ടത്. അദ്ദേഹത്തിന്റെ ഈ വലത് സൈഡിലെ ഈ ഭാഗത്ത് വലിയൊരു തുളയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് ഓപ്പറേഷൻ ചെയ്ത് അത് ഗ്ലാസ് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ മാസ്ക് മാറ്റിയിട്ട് എന്നോട് പറഞ്ഞു, സാർ ക്യാൻസർ ആണ്. അപ്പൊ പെട്ടെന്ന് ഞാൻ, എന്നെ പോലെ ഒരാളായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചത്? അവൻ പറഞ്ഞു, സാറേ, പറ്റുമെങ്കിൽ സാർ ഇത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യണം, ഇത് ഞാൻ വരുത്തി വെച്ച അസുഖമാണ്. ഇത് എന്റെ കുട്ടിക്കാലം മുതലേ എന്റെ മുന്നിലെ എന്റെ കൂട്ടുകാർ വെച്ച് നീട്ടിയ ഹാൻസ് എന്ന് പറയുന്ന ആ മാരകമായ പുകയില ഞാൻ അത് ഉപയോഗിച്ച് ഞാൻ ചോദിച്ചു, അത് എങ്ങനെയാണ് ക്യാൻസർ ആയിട്ട് മാറിയത്, എന്താണ് സംഭവിച്ചത്? ആ പയ്യൻ എന്നോട് പറഞ്ഞത്, ഒരു ദിവസം രാവിലെ ഇതുപോലെ ചുരുട്ടി ബാത്റൂമിൽ പോകുന്നതിന്റെ ആവശ്യത്തിന് വേണ്ടി ഇതിങ്ങനെ വിരലിൽ തട്ടി വെച്ചപ്പോഴത്തേക്കും ഇത് അവന്റെ കവിള് തുളച്ച് ഇപ്പറേ വിരല് ചാടി വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ സങ്കടം തോന്നി. ആ കുഞ്ഞിന്റെ അപ്പോഴത്തേക്കും അത്രമാത്രം അവന്റെ ശരീരത്തിന്റെ പേശികളും മൊത്തം നശിച്ചു പോയിരുന്നു. മര്യാദ, രണ്ട് സ്റ്റാറ്റസ്, പദവി. നിങ്ങളാണ് ഒരു ഗ്രാമത്തിന്റെ പദവിയെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് അങ്ങനെയൊക്കെ നമ്മുടെ ഗ്രാമങ്ങളെ വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. എന്തെങ്കിലും ഗ്രാമം പുറകോട്ടാണ്, ഗ്രാമം ശ്രമിക്കുന്നു,